ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം ഒരു 5 മണിയുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഇവർക്ക് തീറ്റ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അമ്മൂൻ്റെയും കുഞ്ഞൂൻ്റെയും തീറ്റ കേട്ടോ. വലിയ പാത്രത്തിൽ അമ്മൂൻ്റെയും കുഞ്ഞ പാത്രത്തിൽ നമ്മുടെ കുഞ്ഞൂൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിന് തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അത്യാവശ്യം നിറയെ തന്നെ കൊടുക്കണ്ട. രണ്ടാൾക്കും കൂടെ അവളുടെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല മണം പെല്ലറ്റ്. ഞാൻ അപ്പോഴേ വന്നിട്ട് അമ്മൂന് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താണ് കേട്ടോ. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അവൾ വളമിട്ട് വെച്ചിരിക്കുന്നു. ഒക്കെ ഉണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത്. ഞാനിപ്പോൾ വന്ന് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്താണ് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ വൈക്കോല് വീണ്ടും കൂടിയിട്ടാ. ഇത് വേസ്റ്റ് വൈക്കോലുകളാണ് കേട്ടോ. നമ്മളിവർക്ക് ഇടുന്നതിൻ്റെ വേസ്റ്റ് വരില്ലേ, പൊടി വൈക്കോല് അങ്ങനത്തെയൊക്കെ ഇതാ ഇതിലിട്ടിട്ട് ലാസ്റ്റ് കത്തിക്കുന്നുണ്ട്. നല്ല മഴയ്ക്കുള്ളൊരു അന്തരീക്ഷമാണ്. വൈക്കോല് നമ്മൾ കളയുന്നതല്ല, അത് പൊടി വൈക്കോലാണ്. നല്ല പൊടി ഇത്രയും നല്ലുണ്ടോ പൊടി വൈക്കോല്. അത് അവർ തിന്നണില്ല. എത്ര ദിവസം തലയിൽ അങ്ങനെ അവർ കഴിക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് വരുന്ന പൊടി മാത്രമാണ് നമ്മൾ പുല്ലോട്ടിൽ നിന്ന് വാരിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ വൈക്കോല് വേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ലവണ്ണം വൈക്കോലിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. കാരണം എന്താ പറഞ്ഞാൽ വൈക്കോലിൻ്റെ വിലയും കിട്ടാനുള്ള ബുദ്ധിമുട്ടും. പിന്നെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർ കുറച്ചൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ തിന്നുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോവില്ലേ, അത് സ്വാഭാവികമാണ്. അതെല്ലാ പശുവും തിന്നും. അതിപ്പോൾ തൊഴുത്തിലാണെങ്കിലും ഇവിടെ ഫുള്ളും ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ അതൊക്കെ അടിച്ച് പൂർത്തിയാക്കിയതാണ്. വേണ്ട അവൾക്ക് തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ അടിച്ചതുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട് അവളുടെ. പിന്നെ അവളിങ്ങനെ ഇതിവിടെ പൊട്ടിപ്പോയതുകൊണ്ട് അവൾ വൈക്കോലി ഇനിമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളും ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ മേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ കുഞ്ഞു പശുവിനെ ഇനിയിപ്പോൾ ഉള്ളിലയച്ച് കെട്ടണം. നല്ല മഴയ്ക്കുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മുടെ വൈക്കോലിയുണ്ട്. വൈക്കോലി മൂടി വെക്കി. മഴ വരുമ്പോൾ ഓടാൻ നിൽക്കണ്ടല്ലോ, മൂടി വെക്കി. ചെയ്ത് വെച്ച പണി കഴിഞ്ഞില്ലേ? ഒരു കെട്ടെടുത്തിട്ടില്ലേ? ഇതവിടെ പുറത്ത് മഴ കൊള്ളാത്തോടെ ഇങ്ങനെ വെക്കുക. കാരണം ഇന്നലെ മഴ വരുന്നത് കൊണ്ട് നമ്മൾ നന്നായിട്ട് മഴ വന്നതിന് ഇങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞും അമ്മും ഒക്കെ വൈക്കോലും തിന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളുടെ കുത്തിവെച്ചത് പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ടില്ല അല്ലേ. അപ്പോൾ കുത്തിവെച്ചിട്ട് എത്ര ദിവസമായി ഓർമ്മയുണ്ടോ? നമ്മൾ കുത്തിവെച്ചിട്ട് 9 ദിവസമായിട്ടുള്ളൂ. 22 ദിവസമാണ്. എത്ര ദിവസം ഡോക്ടർ പറഞ്ഞു? 22 ദിവസം 23 ദിവസം നോക്കാനാണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഇപ്പോൾ അവൾക്ക് അതിനുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കണമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പൊളൻ്റെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ പഴയ പോലെ അവള് അതിന്റെ ഇതൊന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ കുറെ അഴിച്ചുവിടാണ്ട് അതിന്റെ ഒരു സന്തോഷം അഴിച്ചുവിടുമ്പോൾ കാണിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും. അതിപ്പോൾ അടുപ്പിച്ച് 2 ദിവസം അഴിച്ചുവിട്ടപ്പോൾ അത് നിന്നൂലേ? വലിയതായിട്ട് അങ്ങനെയില്ല. നാളെയും കൂടി ഒന്ന് മേയ്ക്കാൻ കൊണ്ടുപോകണം. ഇപ്പോൾ മഴ വരുന്ന പോലെ ഉണ്ട്. മഴ വന്ന് പോയി കഴിഞ്ഞാലാണ് പ്രശ്നം. കാരണം മഴ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം പെയ്താൽ ചൂട് പാലക്കാട് വന്നിട്ട് പോയാലും ഇവിടെ ഇപ്പോൾ നല്ല ചൂട് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മിക്കവാറും പുറത്തൊക്കെ ഒരു 10 മണി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ച് പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വീടിനകത്ത് ഉണ്ടാതിരിക്കും. വീടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ഫാനൊന്നും ഇടാനേ പറ്റാത്ത ചൂട് കാറ്റ് ഇറങ്ങും. ഹെവി ചൂട്. പാലക്കാട് ഇപ്പോഴേ ഇത് അവസ്ഥ. ഇനിയിപ്പോൾ അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഇടിപൊട്ടുന്ന ശബ്ദം കണ്ട നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇനി വെക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പാലക്കാട് ജില്ല അറിയാലോ, വേലകളുടെ നാടാണ്. കുമ്മാട്ടി കുഞ്ചേരി നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. വല്ലെങ്കിൽ നെന്മാറ വല്ലെങ്കിൽ വേല നമുക്കിവിടെ അടുത്താണ്. ഒക്കെ നമ്മൾ സ്ഥിരം പോകുന്ന പരിപാടി. പിന്നെ നമ്മളുടെ ഇവിടെ വിഷുവേല വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം വേലകൾക്ക് കുതിരവേല എന്നും കൂടെ പറയട്ടാ. കാരണം ഇവിടെ കുതിരനെ കൊണ്ടാണ് നമ്മൾ വേല കഴിക്കുക. അപ്പോൾ എന്തായാലും നെന്മാറ അല്ലെങ്കിൽ വേലയൊക്കെ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അതിന്റെ ലൈവൊക്കെ കുമ്മാട്ടി അപ്പൊക്കെ എല്ലാ കൊല്ലവും നെന്മാറ വേലയ്ക്ക് ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വേല ദിവസം ഈ സമയമൊക്കെ ആകുമ്പോൾ പോയിട്ടുണ്ടാവും. ഫാമിലിയായിട്ട് ഞങ്ങൾ പോകും. അത് വേലിൻ്റെ തലേ ദിവസം താലപ്പൊലി എന്ന് പറയും. ആ ദിവസമൊക്കെ പോകും. കാരണം എന്താ പറഞ്ഞാൽ അപ്പോഴാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാൻ പറ്റില്ല. വലിയ തിരക്കുണ്ടാവില്ല. വേല ദിവസം എന്തായാലും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് എന്താ പറയുക, പുരുഷാരവം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും വേലപ്പറമ്പ്. അറിയാലോ, വെടിക്കെട്ട് അറിയാലോ. നമ്മളൊക്കെ രാവിലെ വരുള്ളൂ. പുലർച്ചെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് വരും. ഈ ഒരു സമയത്തൊക്കെ നമ്മളിപ്പോൾ വേലപ്പറമ്പിലായിരിക്കും. അവിടെ വേലപ്പറമ്പിൽ ഈവനിങ്ങുള്ള വെടിക്കെട്ട് കാണാൻ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വരുള്ളൂ. എന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ ഇന്നാണ് വേലെങ്കിൽ ഇന്നത്തെ വൈകുന്നേരത്ത് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ വീടെത്തും. അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇത്തവണ പാലയിറക്കെ വരുന്നത് കൊണ്ട് എന്താണെന്നൊന്നും അറിയില്ല അല്ലേ. എവിടെ പോയാലും ഞാൻ ഇത്തവണ എനിക്കും പുലർച്ചയ്ക്ക് കാണാൻ പോകണമെന്നുണ്ട്. എല്ലാവരുടെയും പോകാറുണ്ട്. എന്താ മിക്കു സദാശിബിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഹായ് മിക്കു ഹായ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. എവിടെയാണ് മിക്കു?
ചേച്ചീൻ്റെ വീട്ടിലുണ്ട്. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ടിൽ നമ്മൾ പശുവിനൊക്കെ കെട്ടിയിട്ട് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ മിക്കൂസ് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ തുടർന്നും കാണുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. ചൂട് കാലത്ത് നമ്മൾ പശുവിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ പറയും. ബൈ.